നിങ്ങൾ കള്ളന്മാരെ ശബരിമല ഭരണം ഏൽപ്പിച്ചെന്നാണോ അതോ നിങ്ങൾ ഏൽപ്പിച്ചവർ കള്ളന്മാരാണെന്നാണോ ജനത്തിന് മനസ്സിലായിട്ടുണ്ടാവുക? നോമ്പെടുത്ത് വരുന്നവർക്ക് ഇന്ന് തന്നെ വരണം, നാളെ തന്നെ വരണം, മറ്റന്നാൾ വരണം എന്ന് ഷാഡ്യങ്ങളുണ്ടോ? അവർ പെട്ടെന്ന് വരാൻ ശ്രമിച്ചത് എന്തിന്? തുറക്കുമ്പോൾ തന്നെ വരണം എന്ന് വരാൻ ശ്രമിച്ചത് എന്തിന്? നാണമുണ്ടോ അനിൽകുമാർ നിങ്ങൾക്ക്? നിങ്ങൾ കള്ളന്മാരെ ശബരിമല ഭരണം ഏൽപ്പിച്ചെന്നാണോ അതോ നിങ്ങൾ ഏൽപ്പിച്ചവർ കള്ളന്മാരാണെന്നാണോ ജനത്തിന് മനസ്സിലായിട്ടുണ്ടാവുക? അത് കയ്യിലിരിക്കട്ടെ. ഞങ്ങളെ അങ്ങനെ ലോകത്തൊരുത്തനും പെടുത്താൻ പറ്റത്തില്ല. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിഴുങ്ങിയ 2 പാർട്ടികളുടെ പകുതികളെ അവരുടെ നടുക്ക് എൻ്റെ പടവും കൂടെ വെച്ചിട്ട് പെട്ടോന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പാർട്ടി പെടുന്നവരല്ല. എന്താ പെട്ടോന്ന്? എന്നിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന കൊടിയൊന്നും CPM-ൻ്റെ കൊടിയല്ല. അതൊരു CPM എന്നെഴുതി അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ചൊന്നും കൊടിയല്ല ലോകത്തെ തൊഴിലാളി വർഗത്തിൻ്റെ കൊടി. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ CPIM-ൻ്റെ കൊടി. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അപ്പം ഞങ്ങളെ വികൃതമായി ചിത്രീകരിക്കുക. എന്നിട്ടോ എൻ്റെ പടവും വെച്ചിട്ട് 2 സൈഡിലും ഓരോ പടവും വെച്ചിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP, 2 പ്രതിനിധികളുടെ പടം. 18,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വിഴുങ്ങിയ 2 രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യ രാജ്യം മുഴുവൻ കൊള്ളയെടുത്ത 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ നടുക്കാണ് ഞങ്ങളെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ ചോദിക്കുക പെട്ടോന്ന്? ഒന്നും പെടുന്നവരല്ല, ഇത്തരം ഒരു കാര്യത്തിലും പെടുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളുടെ പ്രവർത്തകരായ ആരുടെയും ഭാഗത്ത് പിശകുണ്ടെങ്കിൽ ആ പിശകാണെന്നും ആ വ്യക്തിയെ ഒരു തരത്തിൽ സംരക്ഷിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും, ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. അത്തരം ഒരു തെറ്റിനോടും സന്ധി ചെയ്യാത്ത, കോർപ്പറേറ്റ് രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാത്ത, അഴിമതി ചെയ്യാത്ത വിശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രകൃതിയാണ് ഞാൻ. ആ തലപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഈ ഖജനാവിലെ 4 കോടി എടുത്തുകൊണ്ട് ഒരു വിശ്വാസ സംരക്ഷണ സദസ്സൊക്കെ ഉണ്ടാക്കിയല്ലോ നിങ്ങൾ. അതെല്ലാം അമ്പയെ പരാജയപ്പെട്ട് പൊട്ടിപ്പൊളഞ്ഞു പോയല്ലോ. വീണ്ടും വീണ്ടും അയ്യപ്പനെ പറ്റിക്കാൻ നിങ്ങൾ വല്ലാതെ പരിശ്രമിക്കുന്നത് കണ്ടപ്പോ അയ്യപ്പൻ തന്നെ കട്ടവന്മാരെ കൈയുടനെ പിടികൂടി ജനങ്ങളെ ഏൽപ്പിച്ചു. അയ്യപ്പന്റെ പവർ എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു. കട്ടള കട്ടവനെയും സ്വർണപ്പാളി കട്ടവനെയും കള്ളം കാണിച്ചവനെയും പിന്നെ കള്ളത്തരം കാണിച്ചവനെയും കമ്മ്യൂണിസ്റ്റുകളെയും സകലവനെയും അയ്യപ്പനെടുത്ത് പുറത്തിട്ടു. അയ്യപ്പൻ കയ്യാമ വെച്ച് അകത്താക്കി. അക്കാൻ നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് വേണമല്ലോ. കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയല്ലോ സഹാക്കന്മാര്. ആ വരുന്ന ആളുകൾക്ക്, ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് പച്ചവെള്ളവും പിന്നെ ഒരു ചെറിയ ബിസ്ക്കറ്റ് കവർ കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡ്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ലക്ഷക്കണക്കിന് പിന്നെ അന്യ സംസ്ഥാനത്തിലെ ആളുകളാണ് മാല ഊരി പല അമ്പലങ്ങളിൽ പിന്നെ പോയി പിന്നെ ശരണം വിളിച്ചിട്ട് തിരിച്ചു പോയത്. പോലീസ് അവരെ പിറകെ പോയിട്ട് വരൂ, തിരിച്ചു വരൂ എന്ന് പറയേണ്ട അവസ്ഥ കേരളത്തിലുണ്ടായി. ജനങ്ങൾക്കറിയാം സർക്കാർ എന്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശബരിമലയിൽ ഈ കുത്തൊഴുക്ക്. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ, മുമ്പുണ്ടാവാറില്ലല്ലോ, ഇനിയും വരും ലക്ഷങ്ങൾ, ഇതുവരെ ഇല്ലാത്ത പോലെ. ഗോവിന്ദമാഷ് ശരിക്കും തമാശ പറഞ്ഞായിരിക്കുമോ? അത് തമാശ അല്ല, നല്ല തമാശ പറയാൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ പത്രസമ്മേളനത്തിൽ പാർട്ടി നിലപാടാണ് അദ്ദേഹം പറയുക. തമാശ പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കാറില്ല CPM നേതാക്കന്മാർ. അത്തരം വിഡ്ഢിവേഷം കിട്ടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ വിഡ്ഢി തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കുകയും അങ്ങനെ ചില കണ്ണിറുക്കലുകളൊക്കെ വാർത്തയാക്കുകയും അതൊക്കെ വലിയ രാഷ്ട്രീയ സന്ദേശമാണെന്ന് പറയുകയും ചെയ്ത പത്രപ്രവർത്തനം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ശീലങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നേരെ പോയ രാഷ്ട്രീയമേ ഉള്ളൂ. അതുകൊണ്ട് പത്രപ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിലെ ഞങ്ങളുടെ അവതരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലപാടിൻ്റെ വിശദീകരണമാണ്. ഇവിടെ ഇന്ന് നിങ്ങൾ ഒരു സെക്കൻഡ്, അങ്ങനെയാണെങ്കിൽ അതിലൊരു വ്യക്തത മാത്രം വേണ്ടി ചോദിക്കുകയാണ് ശ്രീ അനിൽകുമാർ. എങ്ങനെയായിരിക്കും ഈ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ വന്ന സർക്കാരിൻ്റെ കണക്കൂട്ടിൽ തെറ്റി, പോലീസിൻ്റെ കണക്കൂട്ടിൽ തെറ്റി, ഒരുപാട് അയ്യപ്പന്മാർ ബുദ്ധിമുട്ടി, പിന്നെ അത് സർക്കാർ സെറ്റിൽ ചെയ്തു, പോലീസും സെറ്റിൽ ചെയ്തു, ഇപ്പോൾ അവിടെ സമാധാനപരമാണ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നത് എന്തിനായിരിക്കും? ഇതാ ശബരിമലയിൽ സർക്കാർ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സർക്കാരിനൊരു നന്ദി പറയാം, ഉടനെ തന്നെ ആദ്യ ദിവസം തന്നെ ശബരിമലയ്ക്ക് പോയി കളയാം എന്ന് വിചാരിച്ച് വന്ന അയ്യപ്പ ഭക്തരാണോ അത്? അല്ല, ഈ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു എന്ന ധാരണയോടുകൂടി സുഗമ ദർശനം സാധ്യമാണ് എന്ന ആത്മവിശ്വാസമാണ് അവിടെ വന്ന മനുഷ്യരിലുള്ളത്. ആ വന്ന ആളുകളിൽ നിയന്ത്രണത്തിന് അല്ലാതെ വന്ന കുറച്ച് പേരുണ്ട്. ADGP അജിത് കുമാർ അത് പറയുകയുണ്ടായി, ADGP ശ്രീജിത്ത് അത് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ
വല്ലാത്തൊരു വരവ് അങ്ങോട്ട് വരുന്നുണ്ട്. ഭക്തന്മാർ ധാരാളം വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ ആളുകൾ വരുന്നുണ്ട്. ആ വരവിൻ്റെ ഉദ്ദേശം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്ദേശമുള്ള ആരും വരേണ്ട കാര്യമില്ല. അത് ആത്മവിശ്വാസം അവർക്ക് സർക്കാരിലുണ്ട്. പ്രത്യേകിച്ച് അയ്യപ്പ സംഘം കൂടെ നടന്ന പശ്ചാത്തലത്തിൽ ഒരു കൂടുതൽ പ്രസക്തി അതിന് കൈവന്നതിൻ്റെ തെളിവാണ് അവിടേക്ക് ആളുകൾ കൂടുതലായി വരുന്നത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എന്നിട്ട് ഇത്തവണ 2 ലക്ഷം പേര് വന്നു. വെർച്വൽ പോലും ബുക്ക് ചെയ്യാതെ കയറി വന്നു. എന്തു ചെയ്യാൻ പറ്റും? അങ്ങനെ ക്യൂ പോലും ചെയ്യാതെ അവർ വന്നത്, ബുക്ക് ചെയ്യാതെ വന്നത് അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായ അധിക ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. മനസ്സിലായില്ല. അവർക്ക് സുഗമ ദർശനം നടത്തി തിരിച്ചു പോയവരാണ് ബഹുഭൂരിപക്ഷവും. അല്ലല്ല, ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് മാറ്റം ശബരിമല ഉണ്ടായെന്നാണ് ബഹുഭൂരിപക്ഷം. നോമ്പെടുത്ത് വരുന്നവർക്ക് ഇന്ന് തന്നെ വരണം, നാളെ തന്നെ വരണം, മറ്റന്നാൾ വരണം എന്ന് ഷാഠ്യങ്ങളുണ്ടാവും. അവർ പെട്ടെന്ന് വരാൻ ശ്രമിച്ചത് എന്തിന്? തുറക്കുമ്പോൾ തന്നെ വരണം എന്ന് വരാൻ ശ്രമിച്ചത് എന്തിന്? അതെ, ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഒരാഗോള തീർത്ഥാടന കേന്ദ്രമായി കേരള സർക്കാർ ഇതിനെ വളർത്താൻ ശ്രമിക്കുന്നു. ആ നിലയിൽ വളരെ ശ്രദ്ധയുണ്ടായ ഒരു കേന്ദ്രം, അവിടേക്ക് ഒരു രാഷ്ട്രപതി വന്നു, അതിൻ്റെ ഭാഗമായി വളരെ ശ്രദ്ധയുണ്ടായൊരു കേന്ദ്രം, ആ കേന്ദ്രത്തിലേക്ക് ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് എത്തണം എന്ന ആഗ്രഹം ജനങ്ങൾ. ശ്രീ അനിൽകുമാർ, താങ്കളും തമാശ പറയാതെ ഇത് കേട്ടിട്ട് തോന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ആളുകൾ ഓരോ വർഷമുള്ള കാത്തിരിപ്പാണ് അയ്യപ്പനെ കാണാൻ. ഈ അയ്യപ്പ സംഗമം നടത്തി സർക്കാർ ഇതിനെ ലോക ശ്രദ്ധയിൽ എത്തിച്ചു കളഞ്ഞു. എന്നാ പെട്ടെന്ന് പോയി കളയാന്നൊക്കെ പാവപ്പെട്ട അയ്യപ്പന്മാർ നോമ്പെടുത്ത് വരുന്നവരെ കുറിച്ച് പറയല്ലേ ദയവേത്. മനുഷ്യനാണല്ലേ ഇത്രയ്ക്ക് ചീപ്പാൻ പാടില്ല. ആദ്യത്തെ 2-3 ദിവസം ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വന്നതിൻ്റെ ക്രെഡിറ്റിനെ പറ്റിയിട്ട് ശ്രീ അനിൽകുമാർ പറയുന്നത് കേട്ടു. നാണമുണ്ടോ അനിൽകുമാർ നിങ്ങൾക്ക്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും പാവപ്പെട്ട ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരെ 3-4 ദിവസം അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തിട്ട് ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ആ കാര്യത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നത്? വളരെ മോശമല്ലേ അത്? നിങ്ങളുടെ പിടിപ്പുകേടാണെന്നുള്ളത് നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയല്ലേ പറഞ്ഞത്? എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ പോയോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിരിക്കാൻ. ഗവൺമെന്റിന്റെ കീഴിൽ ദേവസ്വം ബോർഡുകൾ ശബരിമലയിൽ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ നോക്കൂ. ഈ ശബരിമല തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാ. ആചാരലംഘനം, സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പ്രസിഡന്റാണ് ശ്രീ പത്മകുമാർ എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് നിന്ന ആളാണ് ശ്രീ വാസു, ഇല്ലേ? അപ്പം ഈ ഗവൺമെന്റും അതേപോലെ തന്നെ ഈ ദേവസ്വം ബോർഡുകളും വളരെ മനഃപൂർവ്വമായി ശബരിമലയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു എപ്പിസോഡിനെയാണ് ബഹുമാന്യനായ അനിൽകുമാർ ഇവിടെ വന്ന്, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും പത്രസമ്മേളനം നടത്തി പറയുക, അവിടോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മഹത്തായ സംഭവമുണ്ട്, അതൊക്കെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ വരിക. ഇതൊക്കെ ഗവൺമെന്റിനോടുള്ള വിശ്വാസമാണെന്നാണ് പറയുന്നത്.